സുഹൃത്തുക്കളെ മൈക്കിയമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നല്ലൊരു ട്രയൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. ഓക്കെ, നമ്മളെ തൃശ്ശൂരുള്ള സെൻറ്റ് തോമസ് കോളേജിൻ്റെ ട്രയൽ വരാൻ പോവാണ്. സെൻറ്റ് തോമസ് കോളേജിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സാക്ഷാൽ ISL കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളായിട്ടുള്ള നമ്മളെ സച്ചിൻ സുരേഷും അതുപോലെ തന്നെ വിപിൻ മോഹനും അടക്കമുള്ള 5ഓളം ISL താരങ്ങളെ ഉണ്ടാക്കിയെടുത്തൊരു കിഡിലൻ കോളേജിൻ്റെ ട്രയലാണ് പറയാൻ പോകുന്നത്. ഒരു ഓട്ടോണമസ് കോളേജ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന. കാരണം ഇതുപോലെയുള്ള താരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത കോളേജ് എന്ന് പറയുമ്പോൾ അവർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻ്റർസോൺ നേടാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന ഒരു കോളേജാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ യൂണിവേഴ്സിറ്റി കളിക്കാനുള്ള അവസരം കൂടിയായിട്ട് നിങ്ങളിതിനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ട്രയലിൽ പങ്കെടുക്കാൻ പറ്റുന്നതാണ്. സെൻറ്റ് തോമസ് കോളേജിൻ്റെ ട്രയൽ നടക്കാൻ പോവാണ്. വൈകുന്നേരം 3 മണിക്ക് ഏപ്രിൽ 7 തൃശ്ശൂർ തോപ്പ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ട്രയൽ നടക്കാൻ പോകുന്നത്. സോ ഈ ട്രയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഇപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. നല്ല കോളേജ് ആകുമ്പോൾ നിങ്ങൾക്ക് കളിച്ച് കയറാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി കൂടും. ഒരുപാട് മത്സരങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് മത്സരങ്ങൾ കളിക്കുമ്പോൾ കൂടുതൽ നല്ല ടീമാണെങ്കിൽ ജയിച്ച് കൂടുതൽ മത്സരങ്ങൾ കളിക്കാനുള്ള അവസരം കിട്ടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരുപാട് സ്കൗട്ടിന്, അതായത് സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളെ കാണാനുള്ള അവസരം കൂടുക എന്നുള്ളതാണ് അർത്ഥം. അല്ലാതെ ഏതെങ്കിലും ഒരു ലോക്കൽ കോളേജ് ടീമിൽ നിങ്ങൾ പെട്ടിട്ട് ആദ്യ കളിയിൽ തന്നെ പുറത്താവുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ നല്ല ടാലൻ്റ് ആണെങ്കിൽ കൂടി നിങ്ങളുടെ ടാലൻറ്റ് കാണിച്ചു കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് നഷ്ടപ്പെടും. സോ നല്ല കോളേജിൻ്റെ ഒരു ഭാഗമാവുക എന്നുള്ളത് ഒരു ഫുട്ബോൾ കരിയർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ +2 കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ +2 എക്സാം എഴുതിയിട്ടുള്ള ആളുകൾക്ക് 2025-2026 അധ്യയന വർഷം തുടങ്ങാനിരിക്കുന്ന ഡിഗ്രി കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളോട് പറഞ്ഞത്. ക്യാമ്പസ് ജീവിതം ആസ്വദിക്കുന്നതോടൊപ്പം നല്ല ഫുട്ബോൾ ടീമിനും കൂടി നിങ്ങൾക്ക് ഭാഗമാവാൻ പറ്റിയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മുന്നോട്ട് കയറാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു വരും. ഓക്കെ, അപ്പോൾ എന്തായാലും സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂരിൻ്റെ ട്രയലിൻ്റെ ഡീറ്റെയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു. ഏപ്രിൽ 7 വൈകുന്നേരം 3 മണിക്കാണ് ട്രയൽ നടക്കുന്നത്. ആ സമയത്തേക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഡ്രസ്സൊക്കെ ചെയ്ത് ആ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് അവിടെ ഉണ്ടാവണം. പിന്നെ നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം, ഒരു പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഡൗട്ട് ഉണ്ടാവും, +2 എക്സാം എഴുതിയിട്ടല്ലേ ഉള്ളൂ, അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ലല്ലോ, റിസൾട്ട് വരുന്നതിന് മുന്നേ എങ്ങനെയാണ് ഒരു ട്രയലിന് പോയി അറ്റൻഡ് ചെയ്യുക എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. നല്ല കോളേജുകളൊക്കെ വെക്കേഷൻ മുതലേ ക്യാമ്പ് തുടങ്ങും. സോ അവർ ആ പോസിബിലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നേരത്തെ +2 കഴിഞ്ഞ ആളുകൾക്ക് ട്രയൽ നടത്തും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ +2 തോൽക്കുന്ന കുട്ടികളൊക്കെ വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ +2 എക്സാം എഴുതിയ ആളുകൾ തോക്കുകയോ ജയിക്കുകയോ ഒന്നൊന്നും കാത്തു നിൽക്കേണ്ട. നിങ്ങളുടെ ഈ വെക്കേഷനിൽ നടക്കുന്ന മുഴുവൻ ട്രയലുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ഏറ്റവും നല്ല ഓപ്ഷൻസ് നേടിയെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സോ മറക്കണ്ട, സെൻറ്റ് തോമസ് കോളേജിൻ്റെ ട്രയലും നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, പോയി അറ്റൻഡ് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങളൊരു ട്രയലിന് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകരുത്. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ, നിങ്ങളുടെ കൂടെ കളിക്കുന്ന ആളുകളുടെ കൂടെയൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൗണ്ടിലും നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ എളുപ്പമായി കിട്ടും. അത് നിങ്ങളുടെ നല്ല പെർഫോമൻസിന് ഒരു കാരണമാവും. ഓക്കെ, സോ എല്ലാ ആളുകളെയും നിങ്ങൾക്ക് പറ്റാവുന്ന സുഹൃത്തുക്കളൊക്കെ കൂട്ടി തന്നെ ട്രയലിന് പോവുക. നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മളെ കൂടെയുള്ള ആളുകളെ കൂടി അറിയിച്ച് അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. അപ്പോൾ ഈ ട്രയൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ട്രയലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയുക. ആ കമൻറ്റുകൾ, നിങ്ങളുടെ ഉപദേശങ്ങളൊക്കെ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടായിരിക്കും നമ്മൾ അടുത്ത വീഡിയോസ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ ഉപദേശങ്ങൾ നമ്മൾ വളരെയധികം വാല്യൂ കൊടുക്കുന്നുണ്ട്. എന്താണോ നിങ്ങൾക്ക് അറിയിക്കാനുള്ളത് നമ്മളെ വീഡിയോൻ്റെ കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ യൂട്യൂബും വളരെ സജീവമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. അതിലുപരി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ചിലപ്പം 2 ട്രയലുകൾ അറിയിക്കേണ്ടതുണ്ടാവും. ഒരു ദിവസം നമ്മൾ ഒരു വീഡിയോ മാത്രമേ പോസ്റ്റ് ചെയ്യുള്ളൂ. ആ സമയത്ത് മറ്റൊരു വീഡിയോ നമുക്ക് നിങ്ങൾ അറിയിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു ട്രയലിനെ കുറിച്ചോ അക്കാഡമിയെക്കുറിച്ചോ ഒക്കെ നിങ്ങൾ അറിയിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഇൻസ്റ്റഗ്രാം ബ്രോഡ്കാസ്റ്റിലോ അല്ലെങ്കിൽ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റിലോ ഒക്കെ ആയിട്ടാണ് നമ്മൾ അറിയിക്കുക. എല്ലാം ഒരേ ദിവസം തന്നെ കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, അത് ശരിയല്ല, നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. സോ നമ്മളെ ഇൻസ്റ്റഗ്രാം ബ്രോഡ്കാസ്റ്റ് ആയിട്ടുള്ള അവസരങ്ങളും നമ്മളെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റും നിങ്ങൾ ജോയിൻ ചെയ്ത് വെക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി തരും. സോ അതുകൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയ വിശേഷങ്ങളുമായി, പുതിയ ട്രയൽ അപ്ഡേറ്റ്സുമായിട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കാം.